My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 266-ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ ആസ്കുലസ് ഹിപ്പോകാസ്ട്രാനം എന്ന അധ്യായം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഒന്നാം ഭാഗത്ത് ഈ ഔഷധത്തിൻ്റെ ഒരു ജനറൽ കണ്ടീഷനാണ് കെൻറ്റ് വരച്ചിടുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായി ഇവിടെ സാന്ദർഭികമായി കെൻറ്റ് പറയുന്ന മെൻ്റൽ സിംറ്റംസിനെ കുറിച്ചുള്ള ഒരു ദീർഘമായ വിശദീകരണം, മെൻ്റൽ സിംറ്റംസിൻ്റെ പ്രാധാന്യം, ജനറാലിറ്റീസിൽ മെൻ്റൽ സിംറ്റംസിൻ്റെ സ്ഥാനം എവിടെ, മെൻ്റൽസിൽ വിൽ പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാം, വില്ലുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രാമുഖ്യം ലഭിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ദീർഘമായിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് ടേക്കിങ്ങിലും മെഡിസിൻ സെലക്ഷനിലും വളരെ വിലപ്പെട്ട ചില അറിവുകൾ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഓർഗണിലും മറ്റുമൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു ഔഷധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വന്തം സുദീർഘമായ വിജയകരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പ്രഗത്ഭനായൊരു പ്രൊഫസർ പറയുമ്പോൾ ലഭിക്കുന്ന ചില സവിശേഷമായ കാര്യങ്ങൾ. ഞാനൊക്കെ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ, അത് നിരവധി കാര്യങ്ങളുണ്ട്, വായനയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു സീനിയർ പ്രൊഫസർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് പലപ്പോഴും പാഠപുസ്തകങ്ങൾ കിട്ടാത്തവയായിരിക്കാം, കിട്ടിയാൽ തന്നെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തവയായിരിക്കാം, ശ്രദ്ധിച്ചാൽ തന്നെ അതിൻ്റെ പ്രാധാന്യം വേണ്ട രീതിയിൽ ഗ്രഹിക്കാത്തവയുമായിരിക്കാം. പക്ഷേ അവരത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യമുണ്ട്, അത് എക്കാലവും മനസ്സിൽ നിലനിൽക്കുകയും അതിൻ്റെ പ്രയോഗ സാധ്യത വളരെ അധികമായിരിക്കും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എ പെക്യുലർ കൈൻഡ് ഓഫ് പ്ലത്തോറ ഈസ് ഫൗണ്ട് റണ്ണിങ് ത്രൂ ദിസ് റെമഡി, എ വാസ്കുലർ ഫുൾനെസ് which affects the extremities and the whole body, and there are symptoms showing that the brain is similarly affected. രക്തക്കൊഴലുകളിൽ രക്തം വന്ന് നിറഞ്ഞിട്ട് ആകെ ഒരു വിങ്ങിയ വീർത്ത് കെട്ടിയൊരവസ്ഥ ശരീരത്തിൽ മൊത്തത്തിലുണ്ട്. ഈ ഒരവസ്ഥ തലച്ചോറിനെ കൂടി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആസ്കുലസിൻ്റെ ഒരു സവിശേഷത. നമ്മൾ പല ഔഷധങ്ങളിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഈ ഒരു പ്ലത്തോറിക് കണ്ടീഷനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ തലച്ചോറിനെ കുറിച്ച് കൂടി അത് ബാധിക്കുന്നു. ദ കണ്ടീഷൻ ഓഫ് ആസ്കുലസ് ആർ വേഴ്സ് ഡ്യൂറിങ് സ്ലീപ്പ്. വേഴ്സ് ഡ്യൂറിങ് സ്ലീപ്പ് എന്ന ഇറ്റാലിക്സിലാണ്. ഉറക്ക സമയത്ത് വർദ്ധിക്കുന്നു. ചില ഔഷധങ്ങൾ ഉറക്കത്തിന് ശേഷം വർദ്ധിക്കുന്നു എന്ന് കാണാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഉറക്ക സമയത്ത് വർദ്ധിക്കുന്നതും ഉറക്കത്തിന് ശേഷം ഉറക്കം കൊണ്ട് വർദ്ധിക്കുന്നതുമായുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് വേർതിരിച്ചറിയാൻ ശ്രമിക്കണം. ഹെൻസ് സിംറ്റംസ് ആർ ഒബ്സർവ്ഡ് ഓൺ വേക്കിംഗ്. ഉണരുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽ വരുന്നത്. ഹി വേക്കപ്സ് വിത്ത് കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, ലുക്സ് ഓൾ റൗണ്ട് ദ റൂം ഇൻ കൺഫ്യൂഷൻ. ഭയങ്കര ആശയക്കുഴപ്പത്തോടുകൂടിയാണ് ഇയാൾ ഉണർന്നു വരുന്നത്. അപ്പോൾ ഈ പ്ലത്തോറിക് കണ്ടീഷൻ തലച്ചോറിനെയും ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തലച്ചോറിലാണല്ലോ ചിന്തകളും സങ്കല്പങ്ങളും ഭയങ്ങളും ഇച്ഛകളും എല്ലാം, അതിൻ്റെല്ലാത്തിൻ്റെയും അധിഷ്ഠാനം തലച്ചോറാണല്ലോ. അപ്പോൾ ആശയക്കുഴപ്പത്തോടെ മുറിക്ക് ചുറ്റും നോക്കുന്നു. ബിവിൾഡർ, ആകെ ഭയം ബാധിച്ച പോലെ. ഡസ് നോട്ട് നോ ദ പീപ്പിൾ, ആളെ തിരിച്ചറിയുന്നില്ല. സ്വന്തക്കാരായിരിക്കാം, പക്ഷെ അവരെ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല. വണ്ടേഴ്സ് ഫോർ ഹീസ് ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ തിങ്സ് ഹി സീസ്. താൻ എവിടെയാണ്, താൻ കാണുന്ന കാര്യങ്ങൾ അർത്ഥം എന്താണ് എന്നറിയാതെ ആകെ അത്ഭുതപ്പെടും. ദിസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ ചിൽഡ്രൻ that rose up in sleep frightened and in confusion like ലൈക്കോപോഡിയം. ലൈക്കോപോഡിയം കൂടി വരികയാണ് ചിത്രത്തിലേക്ക്. കുട്ടികളുടെ കാര്യത്തിൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ട് ഭയപ്പെട്ട് ഞെട്ടി ഉണർന്നിട്ട് ആകെ ആശയക്കുഴപ്പത്തിലാകുന്ന കുട്ടികളുടെ കാര്യത്തിൽ ആസ്കുലസും ലൈക്കോപോഡിയവും തമ്മിൽ സാദൃശ്യം. The remedy produces great sadness, irritability, loss of memory and aversion to work. ഇതിൽ സാഡ്നെസ്സും ഇറിറ്റബിലിറ്റി ഇറ്റാലിക്സിലാണ്. ഈ ഔഷധം പ്രൂവേഴ്സിൽ ദുഃഖം, ആകെ അസ്വസ്ഥത, ആകെ ഒരു ഞെരിപിരി കൊള്ളുന്നൊരവസ്ഥ,
ഓർമ്മക്കുറവ്, ജോലി ചെയ്യാനുള്ള മടി, അലസത. അതിൽ സാഡ്നെസ്സും ഇറിറ്റബിലിറ്റിയും വിറ്റാലിസം. ദർ ആർ ടൈംസ് വെൻ ദർ ഇസ് എ സെൻസ് ഓഫ് ബോഡ്ലി കഞ്ചഷൻ, ഫുൾനെസ് ഓഫ് ദ വെയിൻസ്, ആൻഡ് ദെൻ ദീസ് സിംറ്റംസ് ആർ മോസ്റ്റ് മാർക്ഡ്. അപ്പോൾ ചില സമയങ്ങളിൽ ഈ രോഗിയിൽ, എസ്ക്രസ് രോഗിയിൽ ആകെ ഞരമ്പുകളൊക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. വെയിൻസ്, ധമനികൾ, ഫുൾനെസ് ഓഫ് വെയിൻസ് ഇറ്റാലിസാണ്, നിറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ട് വരുന്നത്. ഇറ്റ്സ് എ ജനറൽ വീനസ് സ്റ്റാസിസ്. വീനസ് സ്റ്റാസിസ് നിങ്ങൾക്കറിയാം, ധമനികളിൽ ആകെ ചംക്രമണമൊക്കെ ആകെ നിശ്ചലമായി കെട്ടിക്കിടക്കുന്നൊരവസ്ഥ, പൊതു അവസ്ഥ. ആൻഡ് ഈ സംടൈംസ് വേഴ്സ് ഇൻ സ്ലീപ്പ്. ഇത് ഉറക്കത്തിലാണ് ചിലപ്പോൾ അത് മോശമാകുന്നത്. വേഴ്സ് ഫ്രം ലൈയിങ്, കിടക്കുമ്പോഴും വർദ്ധിക്കുന്നുണ്ട്. ബെറ്റർ ഫ്രം ബോഡ്ലി എക്സർഷൻ. എഴുന്നേറ്റൊന്ന് നടക്കുകയോ എന്തെങ്കിലും ശാരീരികമായ കായിക അധ്വാനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഒരു വീനസ് സ്റ്റാറ്റിസ് ശമനം കിട്ടും. അത് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ദ സിംപ്റ്റംസ് പാസ് അവേ ആഫ്റ്റർ കൺസിഡറബിൾ എക്സർഷൻ, മൂവിങ് എബൌട്ട്, ഡൂയിങ് സംതിങ്, കീപ്പിംഗ് ബിസി റിലീവ്സ്. അപ്പോൾ ചലനം കൊണ്ട് വർദ്ധിക്കുന്നു എന്നുള്ളത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. വേണ്ടത്ര ഒരു അധ്വാനം, ഒരു ശാരീരിക അധ്വാനം വന്നു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങളൊക്കെ മാറും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് അതിൽ നമ്മളൊരു തിരക്കിട്ട ഒരു പണിയിൽ വ്യാപൃതനായിരിക്കുകയോ ചെയ്യുമ്പോൾ ഇതിന് ശമനം കിട്ടും. വിൽ ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പേഴ്സൺസ് ഹു സഫർ ഫ്രം പാൽപിറ്റേഷൻ when the pulsation extends to the extremities and throbbing of the heart in sleep can be heard, and audible palpitation. കേൾക്കാവുന്ന സ്പന്ദനങ്ങൾ, ഹൃദയസ്പന്ദനങ്ങൾ, നാഡീസ്പന്ദനങ്ങൾ കേൾക്കാവുന്നത്രയ്ക്ക് ശക്തമാണ്. അത് എക്സ്ട്രീമിറ്റീസിലും കൈകാലുകളുടെയൊക്കെ അഗ്രത്തിൽ വരെ ആ സ്പന്ദനങ്ങൾ അറിയുന്നത്രയ്ക്ക് ശക്തമാകുന്നു. ആ ഒരു അവസ്ഥയിൽ ഈ ഔഷധം ഉപകാരപ്രദമാകും. Now the mental symptoms are the most important in a proving. So are the mental symptoms in sickness the most important. അപ്പോൾ ഇനി മെൻ്റൽ സിംറ്റംസ് പറയുമ്പോൾ പൊതുവായ കാര്യങ്ങളിലേക്കാണ് കെൻ്റ് കിടക്കുന്നത്. പ്രൂവിങ്ങിലും ട്രീറ്റ്മെൻറ്റിലും മെൻ്റൽ സിംറ്റംസാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ഹനിമാൻ ഡയറക്ട്സ് us to pay most attention to the symptoms of the mind because the symptoms of the mind constitutes the man himself. അപ്പോൾ ഇത് തൻ്റെ ഒരു നിരീക്ഷണമോ അഭിപ്രായമോ അല്ല. മഹാനായ ഗുരു സാമുൽ ഹനിമാൻ തന്നെ തൻ്റെ ശിഷ്യരെ, ഹോമിയോപാത്സിനെ വഴി കാണിക്കുന്നത് എങ്ങനെയാണ്? മനസ്സിൻ്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുക. കെൻ്റ് ഇങ്ങനെ പറയുന്നത് എന്തായിരിക്കാം? നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കെൻറ്റിനെതിരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും പിൽക്കാലത്തും ഇപ്പോഴുമൊക്കെ നിലനിൽക്കുന്ന ഒരു വിമർശനം മാനസിക ലക്ഷണങ്ങൾക്ക് അമിതമായ പ്രാധാന്യം, ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നും ഇപ്പോൾ യൂറോപ്പിലും മറ്റുമൊക്കെയുള്ള, മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള എൻ്റെ ചില ഹോമിയോപാത്ത് സുഹൃത്തുക്കൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട്. അവിടെ അവരൊക്കെ ഞാൻ ഈ കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് ഈ ചാനലിന് വേണ്ടി എടുത്തപ്പോൾ തന്നെ അവരൊക്കെ ഉന്നയിച്ചൊരു വിമർശനം ഇതായിരുന്നു: മാനസിക ലക്ഷണങ്ങളിൽ സാമാന്യത്തിലധികം ശ്രദ്ധ കെൻറ്റ് കൊടുക്കുന്നു. അപ്പം ഈ വിമർശനം താൻ നേരിട്ട് പറ്റി കാണണം. അതുകൊണ്ട് തന്നെയാണ് ഇത് തൻ്റെ ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല, മാസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നു, ഹനുമാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, വെറുതെ പറയുകയല്ല, ഒരു മാർഗനിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പേ മോസ്റ്റ് അറ്റൻഷൻ, ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത് മനസ്സിലേക്കാണ്. എന്തെന്നാൽ എൻ്റെ കാരണം വെറുതെ അല്ല. ദ സിംപ്റ്റംസ് ഓഫ് ദ മൈൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ മാൻ ഹിംസെൽഫ്. മനസ്സിൻ്റെ ലക്ഷണങ്ങളാണ് ആ വ്യക്തിയുടെ ഘടനയെ തന്നെ നിർണ്ണയിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്ക് വരുന്നു. ആ വ്യക്തിയുടെ ഒരു ഘടന, വ്യക്തിത്വത്തിൻ്റെ ഘടന, ശാരീരികവും മാനസികവും ആത്മീയവും ബൗദ്ധികവും ഇച്ഛാശക്തിയുടെ മണ്ഡലത്തിലുള്ളതായ പൊതുഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷനെ അങ്ങനെ രൂപീകരിക്കുന്നതിൽ, അതിന് തനിമയുള്ളതാക്കുന്നതിൽ പരമപ്രാധാന്യമുള്ളത് മാനസികമായ ലക്ഷണങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള കിളിവാതിലാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള കീ, താക്കോലാണ് മാനസിക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അത് തൻ്റെ സ്വന്തം കണ്ടുപിടുത്തമോ അഭിപ്രായമല്ല, സാമുൽ ഹനിമാൻ്റെ തന്നെ ഒരു നിർദ്ദേശമാണ്, ഡയറക്ഷനാണ്. ദ ഹയസ്റ്റ് ആൻഡ് ഇന്നർ മോസ്റ്റ് സിംറ്റംസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത തത്വം, ഹോമിയോപ്പതിക് പ്രൂവിങ്ങിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ
അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം ഹീലിങ്ങിനെ കുറിച്ച് സാമുൽ ഹനുമാൻ തരുന്ന വിശദീകരണം തന്നെ ഫ്രം വിത്തിൻ ഔട്ട്വേർഡ്സ്. ഈ വിത്തിൻ എന്ന് പറയുമ്പോൾ എവിടെയാണ്? തൊലിയുടെ ഉള്ളിലാണോ, മാംസപേശികൾക്കുള്ളിലാണോ, ഹൃദയത്തിലാണോ, തലച്ചോറിലാണോ, കരളിലാണോ? ഇതെല്ലാം വൈറ്റൽ ഓർഗൻസൊക്കെ തന്നെ. പക്ഷേ ഇന്നർ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഇതിനെ മനസ്സിലാക്കുന്നത്? മനസ്സിൻ്റെ അന്തരംഗം, മലയാളത്തിൽ മനോഹരമായ വാക്കുണ്ട്, അന്തരംഗം. ഉള്ളിലെ ആ രംഗം, ആ വേദി, അതെന്താണത്? ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ മനസ്സാണ്, മാനസിക വ്യാപാരങ്ങളാണ്. മനസ്സ് ദുർബലമാണെങ്കിൽ ശരീരത്തിന് എത്ര കരുത്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സ് ശുദ്ധമാണെങ്കിൽ, ആരോഗ്യമുള്ളതാണെങ്കിൽ, ചിന്തകൾ ശരിയാണെങ്കിൽ, മനസ്സ് ആഗ്രഹിക്കുന്നത് ശരിയായ കാര്യങ്ങളാണെങ്കിൽ, ന്യായയുക്തമായ നാച്ചുറലായ കാര്യങ്ങളാണെങ്കിൽ മനസ്സ് ആരോഗ്യകരമാണ്, ശരീരം ആരോഗ്യകരമായിരിക്കും. മനസ്സ് അനാവശ്യമായ കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ വില്ലിൻ്റെ മണ്ഡലം, മനസ്സിൻ്റെ തന്നെ ഒരു ഉപരിമണ്ഡലം, മനസ്സ് ഇച്ഛിക്കുന്നത് മോശം കാര്യങ്ങളാണെങ്കിലോ? ഇപ്പോൾ ലഹരി മരുന്നുകൾ ഇച്ഛിക്കുന്നു. ഇന്നലെ മിനിയാന്ന് മറ്റോ ഹിന്ദുവിലുണ്ടായിരുന്ന റിപ്പോർട്ട് എയ്ഡ്സിനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ്. 15-24 പ്രായ ഗ്രൂപ്പിൽ എയ്ഡ്സിൻ്റെ വ്യാപനം വർദ്ധിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? എയ്ഡ്സിൻ്റെ വ്യാപനത്തിൽ പറയുന്ന കാരണങ്ങൾ അതിൽ തന്നെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം, സെയിം സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ടുള്ളത്, ഹോമോസെക്ഷുവാലിറ്റി, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഇങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെ വരുന്നത്? എന്തുകൊണ്ട്? ആ പ്രായത്തിലുള്ളവരുടെ മനസ്സിൻ്റെ ഇച്ഛ, ശരിയായ രീതിയിലായിരുന്നില്ല. അനാവശ്യമായ കാര്യങ്ങൾ ഇച്ഛിക്കുകയും അതനുസരിച്ച് ആ ഇച്ഛയ്ക്കനുസരിച്ച് ആ വ്യക്തി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മനസ്സിൻ്റെ പ്രാധാന്യം, മനസ്സിനുള്ളിൽ തന്നെ ഇച്ഛയുടെ മണ്ഡലത്തിൻ്റെ, വില്ലിൻ്റെ മണ്ഡലത്തിൻ്റെ പ്രാധാന്യം വളരെ അധികമാണ്. അതാണ് ഇന്നർ മോസ്റ്റ്, അതാണ് മനുഷ്യൻ്റെ ഇന്നർ മോസ്റ്റ്. മലയാളത്തിലെ ആ മനോഹരമായ പദം മനുഷ്യൻ്റെ അന്തരംഗം. എസ്ക്ലസ് ഹാസ് നോട്ട് ബീൻ ബ്രോട്ട് ഔട്ട് ഇൻ ദ ഫൈനസ്റ്റ് ഡീറ്റെയിൽ. ഒരു കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഏറ്റവും ഫൈനസ്റ്റായിട്ട്, ഏറ്റവും സൂക്ഷ്മമായ ലക്ഷണങ്ങൾ പോലും പ്രൂവിങ്ങിൽ വന്നിട്ടില്ല. അത് അന്നത്തെ കാര്യമാണ്. പിന്നീടുള്ള പ്രൂവിനെ കുറിച്ച് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും. ബട്ട് വി ഹാവ് ദ കീ ടു ഇറ്റ്. അപ്പോൾ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഇല്ലെങ്കിലും അതിലേക്കുള്ള ഒരു കിളിവാതിൽ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. അത് മതി. എന്താണത്? എക്സ്ട്രീം ഇറിറ്റബിലിറ്റി ഈസ് ദ വെരി ജനറൽ സ്റ്റേറ്റ് ഫ്രം വിച്ച് റാമിഫൈ എ ഗ്രേറ്റ് മെനി മെൻ്റൽ സിംറ്റംസ്. എക്സ്ട്രീം ഇറിറ്റബിലിറ്റി, ഒരു സ്വസ്ഥതയില്ല, ഇറിറ്റബിളാണ്, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ആ ജനറൽ സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു മർമ്മം, വെരി ജനറൽ സ്റ്റേറ്റ്. അത് നിരവധി മാനസിക ലക്ഷണങ്ങൾ അതിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നു. റാമിഫൈ, ഈ ഇറിറ്റബിലിറ്റിയിൽ നിന്നും നിരവധി മാനസിക ലക്ഷണങ്ങൾ പൊട്ടിമുളയ്ക്കുന്നു. ഇനി ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഇറിറ്റബിലിറ്റി ആൻഡ് മെൻ്റൽ ഡിപ്രഷൻ റൺ ത്രൂ എ ഗ്രേറ്റ് മെനി റെമഡീസ്. നിരവധി ഔഷധങ്ങളിൽ ഇറിറ്റബിലിറ്റിയും മനസ്സിൻ്റെ വിഷാദവും നമുക്ക് കാണാം. ആൻഡ് ഫോം ദ സെൻറ്റർ അറൌണ്ട് വിച്ച് റിവോൾവ് ഓൾ ദ മെൻ്റൽ സിംറ്റംസ് ഇൻ സം കേസസ്. ഇനി ചില ഔഷധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഈ ഇറിറ്റബിലിറ്റിയുടെയും ഡിപ്രഷൻ്റെയും, ഈ സ്വസ്ഥതയില്ലായ്മ, ഇരിക്കപ്രതിയില്ലായ്മ, ആ ഒരവസ്ഥയുടെയും വിഷാദത്തിനെയും ചുറ്റിപ്പറ്റിയാണ് മറ്റ് പല ലക്ഷണങ്ങളും വരുന്നത് ചില ഔഷധങ്ങളുടെ കാര്യത്തിൽ. ദ റീസൺ ദാറ്റ് ദീസ് ആർ മോർ ഇൻറ്റീരിയർ ദാൻ സം അതർ സിംറ്റംസ് ഓഫ് ദ മൈൻഡ്. മനസ്സിൻ്റെ മറ്റ് ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ ഇൻറ്റീരിയറാണ്, അതിനേക്കാൾ ആന്തരികമാണ്. അന്തരംഗത്തിൻ്റെ തന്നെ ഒരു സെൻട്രൽ സ്റ്റേജ് ഈസ് ദാറ്റ് എന്താണ്? ദീസ് റിലേറ്റഡ് ടു ദ അഫെക്ഷൻസ് ദംസെൽവ്സ്. അപ്പോൾ ആളുടെ ഇഷ്ടങ്ങളും അഫെക്ഷൻ, മോഹങ്ങൾ, ഇഷ്ടങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ മാനസിക ലക്ഷണങ്ങളുടെ ഒരു വർഗീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യനിർണ്ണയം മൂന്ന് തട്ടുകളായിട്ട് എൻ്റെ പറയുകയാണ്. ദ മെൻ്റൽ സിംറ്റംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ എ റെമഡി. ഔഷധത്തിൻ്റെ മെൻ്റൽ സിംറ്റംസിനെ ക്ലാസിഫൈ ചെയ്യാം.
അതിൻ്റെ റിവേഴ്സ് ഓർഡറാണ് കെന്റ് പറയുന്നത്. ആദ്യം തന്നെ പ്രാധാന്യം കുറഞ്ഞ മെന്റൽ സിംറ്റംസ്. അതെന്താണ്? ദ തിങ്സ് ദാറ്റ് റിലേറ്റ് ടു ദ മെമ്മറി ആർ നോട്ട് സോ ഇമ്പോർട്ടൻറ്റ് ആസ് ദ തിങ്സ് ദാറ്റ് റിലേറ്റ് ടു ദ ഇൻ്റലിജൻസ്. അപ്പോൾ ഇൻ്റലിജൻസുമായിട്ട്, ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോളം പ്രാധാന്യം ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കില്ല. അപ്പോൾ ഓർമ്മയാണ് മെൻ്റൽ സിംറ്റംസിൻ്റെ ഗ്രേഡിങ്ങിൽ ഏറ്റവും താഴെ വരുന്നത്. അതിന് മേലെ വരുന്നത് ഇൻ്റലിജൻസ്. ആൻഡ് ദ തിങ്സ് ദാറ്റ് റിലേറ്റ് ടു ദ ഇൻ്റലിജൻസ് ആർ നോട്ട് സോ ഇമ്പോർട്ടൻറ്റ് ആസ് ദ തിങ്സ് ദാറ്റ് റിലേറ്റ് ടു ദ അഫെക്ഷൻസ് ഓർ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ്. അപ്പോൾ മെൻ്റൽ സിംറ്റം മെമ്മറിയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് അയാളുടെ വില്ല്, അയാളുടെ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ്. ഒരു സാധനം ആഗ്രഹിക്കുന്നു. നേരത്തെ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചില ആഗ്രഹങ്ങളിൽ നിന്നാണ് ആ മാരകമായൊരു രോഗാവസ്ഥ ഈ മനുഷ്യർക്ക്, ഈ ചെറിയ പ്രായത്തിലുള്ളവരിൽ പോലും വരുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ, ഡിസയർ, വെറുതെ ആഗ്രഹങ്ങളില്ല, അതിനുവേണ്ടി വല്ലാതെ ദാഹിക്കുന്നു, മോഹിക്കുന്നു. ഡിസയർ, ലൈക്കല്ല, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറയും, അത് വളരെ ഗ്രേഡ് കുറഞ്ഞതാണ്. ഡിസയേഴ്സ് ആൻഡ് ആവേർഷൻസ് ആണ്, അത് വല്ലാതെ ദാഹിക്കുന്നു, വല്ലാതെ മോഹിക്കുന്നു. ആവേർഷൻസ്, ചിലരെ വല്ലാതെ വെറുക്കുന്നു. എൻ്റെ ഒരു നിരീക്ഷണത്തിലും ചില സുഹൃത്തുക്കളുടെ, പ്രത്യേകിച്ചും ബാബുച്ചേട്ടൻ്റെയൊക്കെ നിരീക്ഷണത്തിലും അനുഭവത്തിലും ഞങ്ങൾ വളരെ ദീർഘമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വളരെ കാലം, വളരെ ദീർഘമായിട്ട്. ഈ ഡിസയേഴ്സിനും ആവേർഷൻസിലും ഏതിനാണ് പ്രാധാന്യം? രണ്ടുമുണ്ട്, രണ്ടും വില്ലിൻ്റെ മണ്ഡലത്തിലാണ്. ആവേർഷനാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിയത്. അതിനെ എതിർക്കുന്നവരുണ്ടാകാൻ, ചിലർ അതിനെ എതിർക്കുന്നുണ്ട്. ഈ ക്രേവിങ്സ് ആണ്, അല്ലെങ്കിൽ ഡിസയേഴ്സ് ആണ് കുഴപ്പം, ക്രേവ് ചെയ്തുകൊണ്ടാണ് കുഴപ്പത്തിലായത് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു സാധനത്തെ തീരെ പറ്റില്ല എന്ന് പറയുന്നത് അയാൾക്ക് ഒരു കാര്യത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അക്കോമഡേറ്റ് ചെയ്യാൻ, ഒരു കാര്യത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണെങ്കിൽ, എടുക്കാമെങ്കിൽ ഡിസയേഴ്സിനേക്കാൾ കൂടുതൽ കുഴപ്പം അവേർഷൻസാണ്. ഏതായാലും പൊതുവെ മെഡിക്കൽ ലിറ്ററേച്ചറിൽ രണ്ടിനെയും ഒരേപോലെയാണ് പറയുന്നത്. ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ് എന്ന് ഒറ്റ ഫ്രൈസിൽ തന്നെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെൻ്റൽ സിംറ്റംസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ്, മോഹങ്ങളും വെറുപ്പുകളും, പിന്നെ ബുദ്ധിയുടെ മണ്ഡലം, ഏറ്റവും അവസാനം ഓർമ്മയുടെ മണ്ഡലം. We see in a state of irritability that the patient is not irritable while doing the things he desires to do. ഉണ്ടോ? ഇനി അതിൻ്റെ വിശദീകരണം വരുന്നത്, ഇറിറ്റബിലിറ്റി എന്നുള്ളത് എന്തുകൊണ്ട് ഇവിടെ പ്രാധാന്യമുള്ളതായി തീരുന്നു എന്ന് കെന്റ് വളരെ മനോഹരമായിട്ട് വിവരിക്കുകയാണ്. എങ്ങനെയാണ്? ഒരാൾ ഡിസയർ ചെയ്യുന്ന കാര്യം, ഒരാൾ വല്ലാതെ മോഹിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് ഇറിറ്റബിലിറ്റി ഒന്നും ഇല്ല, അയാൾക്ക് ഇറിറ്റബിലിറ്റി ഇല്ല. അപ്പോൾ ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത് അയാളുടെ വില്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുമ്പോൾ അയാൾ അങ്ങേറ്റം ഇറിറ്റബിളാണ്. ഇത് നമ്മളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, രോഗികളെന്നല്ല, നമ്മൾ ചുറ്റുപാടും നമുക്കറിയാവുന്ന വ്യക്തികളെയൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അവർ പൊതുവെ ശാന്തരായിരിക്കും. ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോഴാണ്, ചെയ്യാൻ നിർബന്ധിതരാകുമ്പോൾ, ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട്, സാമൂഹ്യ ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോഴേക്കും വല്ലാതെ ഇറിറ്റബിളാകുന്നു. അപ്പോൾ ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഈ വില്ലിൻ്റെ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇറിറ്റബിലിറ്റി ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓഫ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ് എന്ന് കെന്റ് പറയുന്നത്. അതേപോലെ ഡിപ്രഷനും, ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യും, ഇഷ്ടപ്പെടാത്ത വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നു. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു, ഞാൻ പിന്നീട് ഉള്ള ബയോകെമിക് തെറാപ്പിയുടെ പുസ്തകം എടുക്കുമ്പോൾ പറയാം. ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ടി വന്നതുകൊണ്ട് വിഷാദത്തിലായിപ്പോയി, ഡിപ്രഷനായിപ്പോയി ഒരു വ്യക്തി. അപ്പോൾ ഡിപ്രഷൻ, അതൊക്കെ ഇഷ്ടം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് ഇറിറ്റബിലിറ്റിയും ഈ ഡിപ്രഷനും ഒക്കെ. ഇഫ് യു വാണ്ട്സ് ടു ബി ടോക്ക് ടു, ഫോർ ഇൻസ്റ്റൻസ്, യു ഡു നോട്ട് ഡിസ്കവർ ഹിസ് ഇറിറ്റബിലിറ്റി വൈൽ ടോക്കിംഗ് ടു ഹിം. ഒരാൾക്ക് തന്നോട് ആളുകൾ സംസാരിക്കുന്ന ഇഷ്ടമുള്ളൊരു വ്യക്തി, അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാളിൽ ഇറിറ്റബിലിറ്റി ഉണ്ടാവില്ല, കാരണം ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, യു ഡു നോട്ട് ഡിസ്കവർ ദ ഇറിറ്റബിലിറ്റി വൈൽ ടോക്കിംഗ് ടു ഹിം. കാരണം അയാൾ സംസാരിക്കുമ്പോൾ ആ ഇറിറ്റബിലിറ്റി കാണാൻ പറ്റില്ല. ഇപ്പോൾ കേസ് ടേക്കിങ്ങിൽ തന്നെ ഉദാഹരണം, ഇറിറ്റബിലിറ്റി കാണിക്കുന്നില്ല, കാരണം അയാളോട് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ സംസാരിക്കുന്ന ഇഷ്ടപ്പെടാത്ത നേരെ വിവരമാണെങ്കിലോ, സംസാരിക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിലോ നിങ്ങൾ കേസ് എടുക്കുന്ന സമയത്ത് ആ ഇറിറ്റബിലിറ്റി അയാൾ കാണിക്കും. യു നെവർ ഡിസ്കവർ ഹീസ് ഇറിറ്റബിൾ ഇഫ് യു ഡു തിങ്സ് ഹി വാണ്ട്സ് യു ടു ഡു. ഒരാൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ
ഒരിക്കലും ഇറിറ്റബിലിറ്റി കാണില്ല. ഒരു മഹത്വചനം ഉണ്ടല്ലോ, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അയാളുടെ ഇറിറ്റബിലിറ്റിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇഷ്ടം, ഡിസയർ എന്നുള്ള കാര്യവും ഇറിറ്റബിലിറ്റിയുമായിട്ടുള്ള ബന്ധത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറിറ്റബിലിറ്റി കാണുമ്പോൾ അതൊരു വില്ലിൻ്റെ മണ്ഡലത്തിലെ സിംഡമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനെ വ്യവച്ഛേദിച്ച് ഇത്തരം ചില ചോദ്യങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും അത് മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെ അതുകൊണ്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ല, വില്ലിൻ്റെ മണ്ഡലം അല്ലത്. അങ്ങനൊരു ലക്ഷണങ്ങളുടെ കാര്യത്തിൽ പാരാമൗണ്ട് ഇമ്പോർട്ടൻസ് വരികയില്ല. ബട്ട് ജസ്റ്റ് ആസ് സൂൺ ആസ് യു ഡു സംതിങ് ഹി ഡസ് നോട്ട് വാണ്ട്, ദ ഇറിറ്റബിലിറ്റി ഓർ ഡിസ്റ്റർബൻസ് ഓഫ് ദ വിൽ ഈസ് ബ്രോട്ട് ഔട്ട്. ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്, ഇറിറ്റബിലിറ്റി ഓർ ഡിസ്റ്റർബൻസ് ഓഫ് ദ വിൽ. അതാണ് ഇറിറ്റബിലിറ്റിയുടെ തനി സ്വഭാവത്തേക്ക് എൻ്റെ പച്ചയ്ക്ക് പറയുകയാണ്. വില്ല് ഇച്ഛയുടെ മണ്ഡലത്തിലുള്ള ഒരു അസ്വാരസ്യം, ഡിസ്റ്റർബൻസ് ഇൻ ദ നർളം ഓഫ് വിൽ, അതാണ് ഇറിറ്റബിലിറ്റി. ഉണ്ടോ, അതൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങൾ ചെയ്യുവോളം അയാളുടെ ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഓഫ് ദ വിൽ ഈസ് ബ്രോട്ട് ഓൺ. ആൻഡ് ദിസ് ഈസ് ദ വെരി ഇന്നർ മോസ്റ്റ് ഓഫ് ദ മാൻ സ്റ്റേറ്റ്. അതാണ് ഇന്നർ മോസ്റ്റ്, ഒരാളുടെ ഇച്ഛ, വിൽ. ആ വില്ലിൻ്റെ നമ്മൾ അതാണ് ഒരാളുടെ ഇന്നർ മോസ്റ്റ്. ദാറ്റ് വിച്ച് ഹി വിഷസ് ബിലോങ് ടു ദാറ്റ് വിച്ച് ഹി വിൽസ്. കാരണം അയാൾ ഇച്ഛിക്കുന്നതാണ് അയാൾ മോഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ആൻഡ് ദ തിങ്സ് ദാറ്റ് റിലേറ്റ് ടു വാട്ട് ഹി വിൽസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ എവരി പ്രൂവിങ്. അതുകൊണ്ട് ഒരാൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളാണ് ഓരോ പ്രൂവിങ്ങിലും ഏറ്റവും പ്രധാനം. ഒരു ഔഷധം കൊടുക്കുന്നു, അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു, അയാളുടെ ഇച്ഛയുടെ മണ്ഡലത്തിൽ വ്യത്യാസം വരും. അയാൾ നേരത്തെ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, വല്ലാതെ അതിനോട് ദാഹിക്കുന്നു, ക്രേവിങ് വരുന്നു. ക്രേവിങ് എന്നുള്ള പദമാണ്. അല്ലെങ്കിൽ ലോത്തിങ്, തീരെ പറ്റില്ല, തീരെ ഇഷ്ടമല്ല, അതിനെ വെറുക്കുന്നു. അപ്പോൾ അതാണ് പ്രൂവിങ്ങിലും ഏറ്റവും പ്രധാനം വരുന്നത്. നിങ്ങൾ ഹീലിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ആ രോഗിയിൽ നിങ്ങൾ തിരഞ്ഞ് ചെല്ലേണ്ടതും അയാളുടെ വില്ലിൻ്റെ മണ്ഡലത്തിലുള്ള ഈ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ്, ക്രേവിങ്സ് ആൻഡ് ലോത്തിങ്സ്, ആ മണ്ഡലം വെറും ലൈക്സും ഡിസ്ലൈക്സും അല്ല. ആ ഒരു മണ്ഡലത്തിലേക്ക് കൃത്യമായിട്ട് എത്തിയാൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ സിംപ്റ്റം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. യു മേ സേ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഈസ് സാഡ്, ബട്ട് ഹീ ഈസ് സാഡ് ബിക്കോസ് ഹീ ലാക്സ് സംതിങ് ദാറ്റ് ഹി വാണ്ട്സ്. ഒരാൾ ദുഃഖിതനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ മോഹിച്ചത് എന്തോ അയാൾ കിട്ടിയിട്ടില്ല. മോഹിച്ചെന്താണെന്ന് ചിലപ്പോൾ തോന്നുന്നു വരില്ല, പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരാൾ ദുഃഖിതനായിരിക്കുന്നതല്ല, ദുഃഖിതയായിരിക്കുന്നത് അയാൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം കിട്ടാത്തത് കൊണ്ടാണ്. ഇതൊക്കെ വായിച്ച കാലത്തിൽ ഞാൻ പല സുഹൃത്തുക്കളോടും മറ്റുമൊക്കെ ഇങ്ങനെ സ്ത്രീകളോടും പുരുഷന്മാരുമായിട്ടുള്ള സഹപാഠികളോടും, പ്രത്യേകിച്ചും ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ചോദിക്കുമായിരുന്നു, ചില ദുഃഖിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ സന്തോഷിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? പലപ്പോഴും കെന്റ് പറയുന്നത് അത് പൂർണ്ണമായിട്ട് ശരിയാണത്. ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് ശരിയാണ്. അയാൾക്ക് ആ വ്യക്തി ആഗ്രഹിച്ചത് കിട്ടാത്തത് കൊണ്ടുള്ള ദുഃഖമാണ്. ഹി ഡിസൈഡ്സ് സംതിങ് വിച്ച് ഹി ഹാസ് നോട്ട് ആൻഡ് ബിക്കം സോ സാഡ് ഫോർ ഇറ്റ്. അപ്പോൾ ഒരാൾ ഒരു കാര്യം, തനിക്കില്ലാത്തൊരു കാര്യത്തെ മോഹിക്കുന്നു, അത് കിട്ടാത്തത് കൊണ്ട് അയാൾ ദുഃഖിതയാകുന്നു. Sadness may go on to such an extent that the mind is in confusion. അപ്പോൾ ഈ ഒരു ദുഃഖം വലുതായി ആശയക്കുഴപ്പത്തിലേക്ക് പോകും. കാരണം ദുഃഖം അതൊരു അടിസ്ഥാനരഹിതമായ ദുഃഖമാണ്, മോഹഭംഗം കൊണ്ടുള്ള ദുഃഖമാണ്, ആഗ്രഹിച്ചത് കിട്ടാത്തുള്ള ദുഃഖമാണ്. അതുകൊണ്ട് തന്നെ അത് വർദ്ധിച്ച് അത് ആശയക്കുഴപ്പം. അത് മോഹിക്കാതിരുന്നാൽ പോരെ. അങ്ങനെ പലതരം ലോജിക്കുകൾ മനസ്സിൽ വരും, അപ്പോൾ കൺഫ്യൂഷനാവും. ഇതാണ് പലപ്പോഴും അവസ്ഥ. ഇത് കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കേസ് എനിക്ക് കിട്ടി. എൻ്റെ ഒരു സഹപാഠി തന്നെയാണ്. മോഹിച്ചത് കിട്ടിയില്ല, മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിച്ചു, അതും കിട്ടിയില്ല. അവസാനം ആൾ ചെന്നെത്തിയത് ഡിപ്രഷനിലാണ്, ആത്മഹത്യാവാസനയിൽ, ജീവിതത്തെ വെറുക്കുന്ന, ജീവിതത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അത് ഓറം മെറ്റാലിക്കം നമുക്ക് ലെക്ചറിൽ എടുക്കുമ്പോൾ ഞാൻ ആ കേസ് വിശദീകരിക്കാം. ഒറ്റ ഡോസ് ഓറം മെറ്റാലിക്കും കൊണ്ട് ആ സുഹൃത്ത് രക്ഷപ്പെട്ടു വന്നു. ഈ ഒരു കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കിയാൽ
ഈ നമ്മുടെ മെൻ്റൽ സിംറ്റംസിനെ കുറിച്ച് കുറേ കൂടി ഉൾക്കാഴ്ച ലഭിക്കും. മെൻ്റൽ സിംറ്റംസ് വെറുതെ ഞങ്ങൾ വായിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൽ അത് ഉപകരിക്കണമെന്നില്ല. പലപ്പോഴും റൂബ്രിക്കൊക്കെ ആക്കി കേസ് ടേക്കിംഗ് നടത്തും, പക്ഷേ അത് ചെന്നെത്തുന്നത് ശരിയായ ഔഷധത്തിലായിരിക്കണമെന്നില്ല. കാരണം ഈ മെൻ്റൽ സിംറ്റംസിനെ കുറിച്ചല്ല, പൊതുവെ ജനറൽ സിംറ്റംസിനെ കുറിച്ച്, ജനറാലിറ്റീസിനെ കുറിച്ചുള്ള ശരിയായ ആഴത്തിലുള്ള ഒരു ഗ്രാഹ്യം, ഒരു ഗ്രാസ്പ് കിട്ടാത്തതുകൊണ്ടാണ്. ആ ഗ്രാസ്പ് വെറുതെ കിട്ടുന്നതല്ല, പഠനത്തിൻ്റെ വേളയിലും വായനയിൽ നിന്നും കിട്ടുന്നതാണ്. എന്നെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു അക്കാഡമിക് പശ്ചാത്തലം ഇല്ലാത്ത ഒരു വ്യക്തികൾക്ക് ഇത്തരം പുസ്തകങ്ങളിൽ നിന്നും ബാബുചേട്ടനെ പോലുള്ള സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയതാണ്. ബാബുചേട്ടൻ ലഭിച്ചത് തന്നെ ഈ പുസ്തകത്തിൽ നിന്നാണ്. അദ്ദേഹം സർവീസിലുള്ള കാലത്ത് ഈ ഒരു പുസ്തകം, ഇതും പിന്നെ കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് ഓൺ ഫിലോസഫി, അതാണ് ആദ്യം വായിച്ചത്. അതിൽ നിന്ന് കിട്ടിയ മെഡിക്കൽ ഫിലോസഫിയെക്കുറിച്ചും മെറ്റീരിയമെഡിയെക്കുറിച്ചുള്ള ബോധ്യങ്ങളുടെ പേരിലാണ് മഹത്തായ രോഗശാന്തികൾ ഈ മനുഷ്യന് സാധ്യമായത്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആകുന്ന മുൻപ് പോലും. അപ്പോൾ അത്തരം വായനകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. പുസ്തകമുള്ളവർ ആവർത്തിച്ച് വായിക്കണം. നിങ്ങളുടെ തന്നെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളിലും എത്തണം. നമുക്ക് ഇത്തരം കാര്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.